ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നടത്തിപ്പിനായി കരാർ ഏറ്റെടുത്ത വ്യക്തി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്ക് ചെയ്ത സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നെന്ന ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന CPMന്റെ ആരോപണം വസ്തുതാവിരുദ്ധമെന്നും ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്തതും ശുചിമുറിയും കാത്തിരിപ്പ് കേന്ദ്രവും പ്രവർത്തിക്കാത്തതും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്നും പ്രതിപക്ഷം. ഇത് മറച്ചുവെക്കാനാണ് ഭരണപക്ഷം ഇത്തരം ആരോപണങ്ങൾ പറയുന്നതെന്നും ബസ് സ്റ്റാൻഡ് വികസനത്തിന് നീക്കിവെച്ച 5 ലക്ഷം രൂപ UDF സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടെന്ന് നേരത്തെ 3ാം ഗഡു അനുവദിക്കാതെ ഇറങ്ങിപ്പോയവരാണ് പറയുന്നതെന്നും 17 ലക്ഷം രൂപ മുടക്കി ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്നും പ്രതിപക്ഷം പറയുന്നു. ഈ പ്രാവശ്യം ബസ് സ്റ്റാൻഡില് പാർക്കിങ്ങിന് ഫീസ് ഈടാക്കുന്നതിന് ഉള്ള അതില് 20 രൂപ തന്നെയാണ് ഈ ഇദ്ദേഹവും വാങ്ങുന്നത്. മുൻകാലങ്ങളിലും അത് തന്നെയാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ 33,500 രൂപയാണ് വാർഷികമായി ലേലത്തില് അത് കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിരുന്നതെങ്കിൽ ഇത് ഇരട്ടിയിലധികം തുകയ്ക്കാണ് ഈ പ്രാവശ്യം പഞ്ചായത്ത് ലേലത്തിൽ എത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു എന്നതൊരു വസ്തുതയാണ്. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അവർ ഫീസ് കൊടുക്കുകയും ചെയ്തിരുന്നു എന്നത് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ വാടകയ്ക്കെടുത്ത കോൺട്രാക്ടർ അവരെ സമീപിക്കുകയോ അവരിൽ നിന്ന് തുക ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. ഇതിനെല്ലാം വിരുദ്ധമായി പിന്നെ പഞ്ചായത്ത് അവിടെ ബസ്സുകൾ അകത്തേക്ക് കയറ്റുകയും തിരിക്കുകയും ചെയ്യാം എന്നുള്ളത് കോൺട്രാക്ട് എടുത്ത ആളുടെ ഉത്തരവാദിത്വമല്ല, അത് പഞ്ചായത്ത് ചെയ്യണം. പിന്നെ അവിടുത്തെ ശുചീകരണ മുറിയും അവിടുത്തെ സൗകര്യങ്ങളും ഒരുക്കേണ്ടതും പഞ്ചായത്തിന്റെ ഭാഗത്ത് നടക്കേണ്ടതാണ്. അത് പറയുമ്പോൾ പഞ്ചായത്ത് ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഗ്രാമപഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് ആണ് ഈ 5 ലക്ഷം രൂപ നീക്കിവെച്ചതിന്റെ പദ്ധതി നടപ്പാക്കാൻ സാധിക്കാത്തത് എന്നാണ്. അപ്പോ തിരഞ്ഞെടുപ്പിന് മുമ്പ് 3ാമത്തെ ഗഡു തന്നെ അനുവദിക്കാതെ ഇറങ്ങിപ്പോയവരാണ്. കേവലം 2.5 മാസം മാത്രം പ്രായമായ ഒരു സർക്കാരിനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് സയൻ ഓഫീസ് സംബന്ധിച്ച് അത് ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുണ്ടായ ഓട്ടോ സ്റ്റാൻഡുമായിട്ടുണ്ടായ ഒരു വിഷയമാണ്. സായാഹ്ന OP ശ്രീകൃഷ്ണപുരത്ത് അല്ലെങ്കിൽ കടമ്പള്ളിപ്പുറത്തും ഇപ്പോൾ 6 മണി വരെ തുടരുന്നു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ സാധാരണക്കാരൻ അവന്റെ പണി കഴിഞ്ഞ് അവൻ വരുന്ന സമയത്ത് 7 മണിക്കപ്പുറം 7 മണിക്കും 8 മണിക്കാണ് ഇവിടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ആ സമയത്തേക്ക് അവിടെ പോക്കുണ്ടാവില്ല. അപ്പോ ഈ സായാഹ്ന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏത് എമർജൻസി OP ഇപ്പോൾ നിലവില്ല. അപ്പൊ കൂടുതൽ ഒന്ന് സൗകര്യപ്രദമാക്കാൻ ഇപ്പൊ 2 to 6 എന്നുള്ളത് 4 to 8 അതിനെ മാറ്റിയാൽ ഇത്തരക്കാർക്ക് സാധാരണക്കാർക്ക് കൂടുതൽ ഉപയോഗപ്രദമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിനകത്ത് 17 ലക്ഷം രൂപ മുടക്കി വലിയ ആഘോഷത്തോടുകൂടി ഉദ്ഘാടനം നടത്തി ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നൊക്കെ പേരിട്ട് വിളിച്ച പദ്ധതി അന്ന് അടച്ചിട്ടതാണ്. ഇനിയിപ്പോ വീണ്ടും 5 ലക്ഷം ഈ 17 ലക്ഷം രൂപ മുടക്കിയത് എന്തായി അന്ന് അടച്ചത് അതിനെ തുറന്നില്ല. അങ്ങനെ ഇതെല്ലാം നശിപ്പിച്ച് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ പുതിയതായി ഇപ്പൊ 5 ലക്ഷം അത് ഈ ഗവൺമെന്റ് തരാത്തത് കൊണ്ടാണ് എന്തെല്ലാം പറയുന്നത്. ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ശ്രീകൃഷ്ണപുരത്ത് അനധികൃതമായ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അംഗവും കോൺഗ്രസും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോട് കള്ളം പറയുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പുറത്ത് രേഖപ്പെടുത്തുന്നതെന്നും പഞ്ചായത്ത് അംഗം മണികണ്ഠൻ പാലങ്കുഴി വ്യക്തമാക്കി. നിരവധി തവണ പഞ്ചായത്തിലെ വിവിധ യോഗങ്ങളിൽ ഇപ്പോഴത്തെ സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല, ഫണ്ട് വെട്ടിക്കുറച്ചു, അതിന്റെ ഭാഗമായിട്ട് പല പദ്ധതികളും അവതാളത്തിലായി 1,40 ലക്ഷം രൂപയോളം പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് കുറഞ്ഞു എന്നൊക്കെ എല്ലാ യോഗങ്ങളിലും പഞ്ചായത്തിന്റെ എല്ലാ യോഗങ്ങളിലും പറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. അതിനെ ബോർഡിൽ വെച്ച് തന്നെ അതിനെ കൗണ്ടർ ചെയ്യാനും കൃത്യമായി 2016 മുതൽ ഉണ്ടായ സർക്കാർ എക്സ്പെൻഡിച്ചർ ഫണ്ടായിട്ടുള്ള സ്പിൽ ഓവർ വർക്ക് ഫണ്ട് വെട്ടിക്കുറച്ചത് 2016 ശേഷമുള്ള സർക്കാരാണ്. അതുവരയ്ക്ക് കൃത്യമായി ഉമ്മൻചാണ്ടി സർക്കാരുള്ള കാലത്ത് സ്പിൽ ഓവർ പദ്ധതി 20% ആണെങ്കിൽ ആ 20% സ്പിൽ ഓവർ വർക്കും ഫണ്ടും കിട്ടുമായിരുന്നു, ന്യൂ പ്രൊജക്റ്റിലുള്ള ഫണ്ടും നമുക്ക് കിട്ടുമായിരുന്നു. അതിനുശേഷം വന്ന സർക്കാരാണ് ഇപ്പോൾ അത് വെട്ടിക്കുറച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പിൽ ഓവർ ആയ പദ്ധതികൾ ന്യൂ പ്രൊജക്റ്റിൽ നിന്ന് എടുക്കേണ്ടത്
ഒരു സാഹചര്യം നമുക്ക് വരുന്നു. അതിന് ഈ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പഞ്ചായത്ത് അസോസിയേഷൻ തന്നെ, ഗ്രാമപഞ്ചായത്തിന്റെ അസോസിയേഷൻ തന്നെ ശ്രീ അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ 30% ഫണ്ട് അധികമായി പഞ്ചായത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞ് നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ് UDF സർക്കാർ. ഇതൊക്കെ ഇവിടുത്തെ ഈ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, ഈ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിന് അത് അറിയാനിട്ടല്ല. പക്ഷെ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് ആ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രാദേശിക സർക്കാരിന് ചേർന്നതല്ല എന്നാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ ഒരു വിഷയത്തിൽ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പാർട്ടിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഒരു വാർത്ത വന്നത്. ആ വാർത്ത അടിസ്ഥാനപരമല്ല, അത് വസ്തുതാവിരുദ്ധമാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോട് പരസ്യമായി കള്ളം പറയുന്നതിന് തുല്യമാണ്. ഞാനടക്കമിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു യോഗം കൂടിയാണ്. ആ യോഗത്തിലാണ് ഈശ്വരമംഗലത്തേക്ക് തിരിയുന്ന പ്രദേശത്ത് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഓട്ടോ സ്റ്റാൻഡ് എന്നുള്ളൊരു ബോർഡ് സ്ഥാപിച്ചത് പഞ്ചായത്തിന്റെ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണോ എന്ന ചോദ്യത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായ ഉത്തരമാണ് നൽകിയത്. പഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനം കൊടുത്തിട്ടില്ല. ഒന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കൺജസ്റ്റിക് ഏരിയ ആണെന്നും ആ ഏരിയയിൽ ഇത്തരം ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ് ഐക്യകണ്ഠേന ആ ബോർഡ് തീരുമാനം. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം അതൊരു അജണ്ട വെച്ചുകൊണ്ട് തീരുമാനിച്ച യോഗമല്ല. ഈ കാര്യത്തിനെ കുറിച്ചൊരു അജണ്ട അതിലില്ല. ഒന്ന് മാത്രമല്ല, ഈ വിഷയവുമായി ഒരു മാസക്കാലം മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വസ്തുത. പിന്നീടാണ് നമ്മുടെ ആ പ്രദേശത്തെ ആളുകൾ 10-17ഓളം ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ പരാതി കേൾക്കാൻ തയ്യാറായത്. ആ പരാതി വസ്തുതാപരമാണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരാതിയുമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിയമപരമായിട്ട് പോകാൻ സാഹചര്യം ഉണ്ടായത്. ഇത് കോൺഗ്രസ് ഏറ്റെടുത്തു എന്നുള്ളതുകൊണ്ട് CPM മറുഭാഗത്ത് ഒരു CITU എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ച് ഓട്ടോ നിർത്തും എന്നുള്ള വാശിയിൽ അവരുടെ പിന്നിൽ കൂടി ആ ഓട്ടോ തൊഴിലാളികൾ പോലും, നിങ്ങൾക്ക് രസം കണ്ടാൽ ആ ഓട്ടോ തൊഴിലാളികൾ പോലും പോലീസ് വിളിച്ച യോഗത്തിന് എത്തിയില്ല. അവിടെ എത്തിയത് CITUവിന്റെ നേതാക്കളാണ്. പക്ഷെ മറുഭാഗത്ത് INTUC ഓട്ടോ തൊഴിലാളികളും 15ഓളം പരാതിക്കാരും ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കൂടെ അവിടെ. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എടുത്ത തീരുമാനം ഇത് തന്നെയാണ്. വരുന്ന 10-ാം തീയതിക്കുള്ളിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അനുവാദം ചോദിച്ചു. 10 ദിവസം സമയം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ ബോർഡുകളെല്ലാം മാറ്റാൻ തീരുമാനമായത്. ഈ 3 ഓട്ടോ തൊഴിലാളികളെ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തിൽ വന്ന ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഭരണത്തിന്റെ പിന്തുണയോടുകൂടി പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നു, ഭീഷണിപ്പെടുന്നു എന്നൊക്കെ. ഒരു തരത്തിലുള്ള ഭീഷണിയും ഒരു ഓട്ടോ തൊഴിലാളികളും നമ്മൾ പുലർത്തിയിട്ടില്ല, തുടർന്നും അത് ഉണ്ടാവില്ല. നമ്മുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന ഓട്ടോ തൊഴിലാളികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഈ പാർട്ടി CPM എന്ന പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ശക്തമായി നിയമ സംവിധാനത്തോടെ എതിർക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ 2024-25 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്ക് കാടുമൂടിയ നിലയിൽ കിടക്കുന്നത് അഴിമതിയുടെ മറ്റൊരു പര്യായമെന്നും പഞ്ചായത്തിന്റെ കീഴിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലുള്ള ഭാഗം CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുകയാണെന്നും വാടക പോലും നിശ്ചയിക്കാതെ ലേല നടപടികൾ പൂർത്തിയാക്കാതെ പഞ്ചായത്ത് ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു വരുന്നതായും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നമ്മുടെ പച്ചായി ശിവക്ഷേത്രത്തിന് മുന്നിൽ ഒരു വയോജന പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് പോയി കാണണം. ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോകാം. നമ്മൾ പോയി കാണാൻ ചിലപ്പോൾ ഇവിടെ പ്രയാസമാണ്. കാരണം അങ്ങനെ പോയി കാട് പിടിച്ച് കിടക്കുന്ന 10 ലക്ഷം രൂപയാണ് അതിന്. 8 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും 2 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിനും ചിലവാക്കി. അത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തു രണ്ട് മതിലുകൾ കെട്ടിയിരുന്നുണ്ട്. ആ മതിലല്ലാതെ ചെറിയൊരു ഷെഡ്, ഒരു സ്റ്റേജ് മാതിരി ഒരു ഷെഡ് ഉണ്ടായിരുന്നതല്ലാതെ ഒരു മനുഷ്യനോട് കിടക്കാൻ പറ്റാത്ത രീതിയിൽ 2 ഇരുമ്പിന്റെ ചെറിയ ഈ കസേരകൾ, 2 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന കസേരകൾ, അങ്ങനെയുള്ള അഴിമതികൾ ഉപയോഗശൂന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന. ഈ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളല്ലാതെ ഉപയോഗശൂന്യമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ്, ഈ ഗ്രാമപഞ്ചായത്ത് നേരത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ അതൊരു കാര്യമുണ്ടെന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ ഈ പറഞ്ഞ വയോജന പാർക്കിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടി വേണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് 3 മീറ്റർ വിട്ടിട്ടാണ് മുമ്പേ വർഷം എല്ലാവരും. പക്ഷെ അവിടെ ഈ 3 മീറ്റർ വിട്ട് ബാക്കിയുള്ള സ്ഥലം ഇപ്പം 3 മീറ്റർ റോഡിലാണ് നിൽക്കണം. ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ
അധീനതയിലുള്ള ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ റോഡിന്റെ ഭാഗത്താണ് അതിന്റെ ഡോറുകളൊക്കെ ഗ്ലാസ് ഇട്ട് മൂടി ഡോറുകളാക്കി. അതിനെതിരെ ഞാൻ ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് മുന്നേ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവരാവകാശം വെച്ച് കൊടുത്തു തന്നെ അവർ നോട്ടീസ് കൊടുത്ത് ഞങ്ങൾ ചെയ്യാൻ ഇതുവരയ്ക്കും ഒരാൾക്ക് ഒരു നോട്ടീസ് കൊടുക്കുകയോ ആരെങ്കിലും ഒപ്പിക്കുകയോ അവർ തന്നെ ഇത് മാതൃകയാണ്. കാരണം അവരാണ് ആദ്യം വെക്കണം. ഗ്രാമപഞ്ചായത്തിന്റെ ബിൽഡിങ്ങിലാണ് ആദ്യം വെക്കണം. പിന്നെ മറ്റൊരു ചെയ്തു തുടങ്ങി എല്ലാവരും ചെയ്തു തുടങ്ങി എല്ലാവരും അങ്ങോട്ട് ആ തലവരെ വെച്ചു. ഇന്നിപ്പോൾ ആ റൂട്ടിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് ഒരു വയോധികനായ ഒരാളോ അല്ലെങ്കിൽ ഒരു രോഗിയായ ഒരാളോ ജസ്റ്റ് എവിടെയെങ്കിലും കയറിയിരിക്കണമെങ്കിൽ നിൽക്കുന്നതിന് സ്ഥലമില്ല. അത്തരം അഴിമതികൾ അത് കൂട്ടുനിൽക്കുകയാണ് ഈ ഗ്രാമപഞ്ചായത്ത്. അതോടൊപ്പം തന്നെ ആ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിൽ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തുകൊണ്ട് ഏകദേശം 10 ലക്ഷത്തിനുള്ളൊക്കെ ചെലവഴിച്ചുള്ള ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ള ആ സ്ഥാപനം സബ് റൂളുകൾ വെച്ചുകൊണ്ട് വേണം ലേലം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിന് വിരുദ്ധമായി ആ സ്ഥലം, ആ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം, ആ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലെ ഭാഗം പാർട്ടി ഓഫീസിന് കൊടുത്തിരിക്കുകയാണ്. പാർട്ടി ഓഫീസിന് കൊടുക്കുന്ന പ്രൊവിഷൻ ഇല്ല. അത് എങ്ങനെ കൊടുത്തു, ലേലം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കെന്ത്, അല്ലെങ്കിൽ എത്ര വാടക കിട്ടണമെന്ന് പറയട്ടെ. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലുള്ള ആ ഹാള്, നിങ്ങൾ കുറെ നേരം ദൂരമുണ്ട്, ആ ഹാള് എന്ത് അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ലേലം ചെയ്യാൻ പറ്റുക? അവിടെ എന്ത് പാലിയേറ്റീവ് ആണോ നടക്കുന്നത് പറയട്ടെ. അവിടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നടക്കുന്നതെന്ന് എനിക്കറിയാം. അത് തികച്ചും അനധികൃതമായ രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. അത് ഒട്ടും യോജ്യമായ, അവർക്ക് യോജിച്ചതല്ല. അത് എത്രയും ഒരു മാറ്റണമെന്നാണ് എനിക്ക് ഈ പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ഭാസ്കരൻ, പഞ്ചായത്ത് അംഗം മണികണ്ഠൻ ബാലാങ്കുഴി, INTUC ജില്ലാ സെക്രട്ടറി VN കൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ എന്നിവർ പങ്കെടുത്തു.